എനിക്ക് സന്തോഷം തരുന്നത് ചെറിയ 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 കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ ഇരിക്കുകയോ എൻ്റെ മോൻ്റെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയോ അതെല്ലാം സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ്. എത്ര പിരിമുറുക്കമുള്ള ദിവസമായെന്ന് പറഞ്ഞെന്നാലും ആ ദിവസത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയെന്നാൽ അല്ലെ ആ ദിവസത്തെ ഒന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുപാട് 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 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു സന്തോഷിക്കുവാൻ വേണ്ടി. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്റ്റിൽ അമേരിക്കയിലാണ്. ഒരു ഷോർട്ട് വിസിറ്റിനായിട്ട് അമേരിക്കയിൽ വന്നതാണ്. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി പോയതുകൊണ്ട് ഞാനൊരു ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഷോർട്ട് വിസിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഹസ്ബൻഡിനെ കൊണ്ടൊന്നും പോലും ഇല്ല കേട്ടോ. എനിവേ, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് റിയലി ഐ എൻജോയ്ഡ് മൈ ലൈഫ് ഹിയർ. കാരണം എൻ്റെ മോൻ്റെ അടുത്ത് പോയി ലാസ് വേഗസിലുണ്ടായിരുന്ന ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനായിട്ട് ഞാൻ ന്യൂയോർക്കിലോട്ട് വന്നപ്പോൾ ഇവിടെ ഹെൽഡപ്പായി പോയി. പക്ഷേ അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നു. വാഷിങ്ടൺ DC-യിലെ ഒരു ചർച്ചിൽ പോകാൻ പറ്റി. കൂടാതെ കൊച്ചുമോൻ്റെയും ആശയുടെയും ടോമിൻ്റെയും ഷിജിയുടെയും ഒക്കെ കൂടെ പിള്ളേരുടെ കൂടെയും കഴിയാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നത് കേട്ടോ. ധൃതി വെച്ച് വീട്ടിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാണ്ടാണ് ഈ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് ഞാൻ വേറെ എടുക്കാഞ്ഞത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ബ്രദർ കൊച്ചുമോൻ്റെ ബാക്ക് യാർഡിലാണ്. വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ബാക്ക് യാർഡ്. വളരെ നല്ല ന്യൂയോർക്കിലാണിത് കേട്ടോ. വീടിൻ്റെ ബാക്ക് യാർഡാണിത്. വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം. ഇതുപോലത്തെ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളാൽ നിറഞ്ഞതാണ്. ഹെവി ട്രാഫിക്കും എല്ലാം ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുപോലെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയാസും ഒക്കെയുണ്ട്. ഈ നിൽക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നു, പക്ഷേ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ആണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നെയ്ബർഹുഡ്. അതുപോലെ തന്നെ അതേ കണ്ടോ, മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എന്നാ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നോക്കിക്കേ. വാ, ഉണ്ടോ എന്നാ വെയിലാണെന്ന് പറഞ്ഞെന്നാൽ ഇവിടെ ഒരു വെയിലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ന്യൂയോർക്കിൽ വരാനും ഇവിടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാനും ഒക്കെ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. ഒരു സന്തോഷമായിരുന്നു. റിയലി ഐ എം വെരി ഹാപ്പി. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, എന്തിനാ ഇപ്പോൾ ഒരു ന്യൂയോർക്കിൽ വന്നു, ബ്രദറിൻ്റെ അടുത്ത് വന്നു, ഇതെന്തോ ഇത്ര വലിയ കാര്യം, ദിവസം ഒന്നിനാ വീഡിയോ ഇടുന്നെന്നൊക്കെ ഓർക്കില്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്നാണെന്നറിയാമോ, എനിക്ക് സന്തോഷം തരുന്നത് ചെറിയ 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 കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ ഇരിക്കുകയോ എൻ്റെ മോൻ്റെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയോ അതെല്ലാം സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ്. ഞാൻ വലിയ ആനക്കാര്യം കണ്ടിട്ടൊന്നും സന്തോഷിക്കാനായിട്ട് ഞാൻ നോക്കിയിരിക്കത്തില്ല. നമ്മൾക്കെല്ലാവർക്കും മിക്ക ദിവസങ്ങളും പിരിമുറുക്കങ്ങളാണ്. അതിൻ്റെ കാരണം നമ്മളതിനെ ലഘൂകരിക്കാൻ നോക്കാത്തത് കൊണ്ടാണ്. എത്ര പിരിമുറുക്കമുള്ള ദിവസമായെന്ന് പറഞ്ഞെന്നാലും ആ ദിവസത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയെന്നാൽ അല്ലെ ആ ദിവസത്തെ ഒന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുപാട് 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 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു സന്തോഷിക്കുവാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും സാരമില്ല. സന്തോഷിച്ച് ആ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ഓർത്ത് സന്തോഷിക്കുക. കാരണം അവർ ലൈഫ് ഈസ് ഷോർട്ട്. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ സന്തോഷിക്കാനായിട്ട് തന്നെ ജീവിക്കുക. അല്ലാതെ കുശുമ്പ് കുത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ ചിരിക്കുവാണെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ചിരിച്ചു നോക്കൂ, നിങ്ങൾക്ക് സന്തോഷം കിട്ടും. മനസ്സിലായോ? ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഒക്കെയുള്ള അവർ സന്തോഷിക്കുന്ന ബ്രദറിൻ്റെ കൂടെയോ പിള്ളേരുടെ കൂടെയോ ഒക്കെയുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞെന്നാൽ ഞാനും അവരുടെ കൂടെ സന്തോഷിക്കാറുണ്ട്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുക. ദിവസവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് 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 സന്തോഷിക്കുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ നമ്മളതെല്ലാം മറന്നു പോവുകയാണ്. നമ്മൾ ഭയങ്കര വലിയ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ അതല്ല. ഇന്നു മുതൽ നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ ഒരു വിശകലനം ചെയ്തു നോക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ നല്ല കാര്യങ്ങൾ, അത് ചെറിയൊരു കാര്യമായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെയോ ഒരു ഭക്ഷണം കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സൊറ പറഞ്ഞിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ പോയതായിരിക്കാം. ഇപ്പം ഒന്നും അല്ലെങ്കിൽ ഇന്നിപ്പം കൊച്ചുമോനും ആശയും ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനെന്ത് വിചാരിച്ചെന്നറിയാമോ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ബാക്ക് യാർഡുണ്ട്.
ഇവിടെ ഇരുന്ന് ആ മരത്തിൻ്റെ ഇലകളൊക്കെ ചലിക്കുന്നതും അല്ലെങ്കിൽ ആ പക്ഷികളുടെ കളകള ഗാനങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടോ? കേട്ടില്ലേ? അതുപോലെ ആ മന്ദമാരുതിൻ്റെ തലോടിൽ നിങ്ങൾ കണ്ടോ കാറ്റടിച്ച് എൻ്റെ പൈജാമ മാറ്റുന്നത്? അതൊക്കെ ഒരു സ്വർഗീയ അനുഭൂതിയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ദൈവം തന്ന അവസരങ്ങളെ ഒതുക്കി ഓർത്ത് ഒന്ന് സന്തോഷിച്ച് നോക്കിക്കേ. മനസ്സിലായോ? നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മാറ്റിക്കളയുക, നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടായിരുന്നാൽ തന്നെ നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ശരിയല്ലേ? ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ വന്ന് ഹെൽഡപ്പായി പോയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഐ എൻജോയ് എവറി ബിറ്റ് ഓഫ് ദ ഡേ. ഓക്കെ, സീ യു. അപ്പോൾ വിശദ വിവരങ്ങളുമായിട്ട് പിന്നെ വരാം. ഓക്കെ.